ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക വെളിപ്പെടുത്തൽ കേസിൽ സംസ്ഥാന സർക്കാരിനെതിരെ സമ്മർദ്ദമേറുന്നു. അന്വേഷണം നിർത്തിവെക്കാനുള്ള വലിയ തോതിലുള്ള സമ്മർദ്ദമാണിപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും സംസ്ഥാന സർക്കാരിനുണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ കാര്യത്തിൽ SITയുടെ അന്വേഷണം തുടരും എന്ന് തന്നെയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി ജി പരമേശ്വര നിയമസഭയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം മണ്ണ് കുഴിച്ചുള്ള പരിശോധന താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു. അതായത് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള അസ്ഥികൂടങ്ങളും ഒപ്പം തലയോട്ടിയും ഉൾപ്പെടെയുള്ളവയുടെ ഫോറൻസിക് പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമായിരിക്കും മണ്ണ് കുഴിച്ചുള്ള പരിശോധന നടക്കുക എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല SITയുടെ പൂർണ്ണമായൊരു റിപ്പോർട്ട്, ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്, അത് ഇതുവരെ SIT സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചിട്ടില്ല. ഈ അന്വേഷണത്തിൽ ഒരു തരത്തിലും ഇടപെടില്ല എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ക്ഷേത്രത്തെ തകർക്കാൻ ഗൂഢശ്രമം നടക്കുന്നെന്ന ആരോപണവുമായി BJP ഉൾപ്പെടെ രംഗത്ത് വന്ന സാഹചര്യമുണ്ട്. ആ ഒരു ഘട്ടത്തിലാണിപ്പോൾ മണ്ണ് കുഴിച്ചുള്ള പരിശോധന താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നത്. എന്തായാലും SITയുടെ അന്വേഷണം തുടരുന്നു. കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുന്ന സാഹചര്യം കൂടി നിലവിലുണ്ട്. ഇന്ന് 2 പേരുടെ മരണം, അതായത് ആനപ്പാപ്പാനും സഹോദരിയും ഇത്തരത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് SITക്ക് പുതിയ പരാതി വന്നിരിക്കുന്നു. ഈ സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് SITക്ക് പരാതി വന്നിരിക്കുന്നത്. ഈ കേസിൽ SIT ഇപ്പോൾ പരാതി സ്വീകരിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു സംഭവം, 30 വയസ്സിനും 35 വയസ്സിനും പ്രായമുള്ള ഒരു സ്ത്രീയെ ഇത്തരത്തിൽ ധർമ്മസ്ഥലയിലെത്തിയപ്പോൾ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ എന്ന ഒരു പരാതി വന്നത്. ആ പരാതിയും SIT സ്വീകരിച്ചിരിക്കുന്നു. അത്തരത്തിൽ പുതുതായി പുതിയ പരാതികൾ രംഗത്ത് വരുന്ന സാഹചര്യം കൂടി ധർമ്മസ്ഥലയിലുണ്ട്. എന്നാലും ഇപ്പോഴും ധർമ്മസ്ഥലയിൽ ഒളിഞ്ഞിരിക്കുന്ന, അതല്ലെങ്കിൽ മണ്ണിനടിയിൽ മൂടപ്പെട്ടിരിക്കുന്ന ഇത്തരം രഹസ്യങ്ങൾ, അത് സംബന്ധിച്ച കൃത്യമായൊരു വിവരം പുറത്തു വന്നിട്ടില്ല. SITയെ സംബന്ധിച്ചിടത്തോളം അത് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് SIT ഉള്ളത്. നിലവിൽ SIT ഏതെങ്കിലും തരത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു വിശദാംശങ്ങളും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതേസമയം തന്നെ SITയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തകരും സജീവമായി തന്നെ ധർമ്മസ്ഥലയിൽ മുന്നോട്ട് പോകുന്നു. ഇതുവരെ ലഭിച്ചിട്ടുള്ള പരാതികളിന്മേൽ കൃത്യമായ അന്വേഷണം നടക്കുന്നു. കല്ലേരി പെട്രോൾ പമ്പിന് സമീപം ഇത്തരത്തിൽ മൃതദേഹം കുഴിച്ചിട്ടത് കണ്ടു എന്ന ഒരു സ്ത്രീ സാക്ഷിയായി എത്തിയിരുന്നു. ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, നേരത്തെ പരിശോധിച്ച സ്ഥലമല്ല, തനിക്ക് കൃത്യമായ ആ സ്ഥലം അറിയാം, താനത് കാണിച്ചു തരാമെന്ന് ഈ ഒരു സ്ത്രീ വ്യക്തമാക്കിയിരിക്കുന്നു. ആ സ്ഥലം കൂടി പരിശോധിക്കാൻ SIT തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഇതുവരെയുള്ള ലഭിച്ച വസ്തുക്കൾ, അതായത് തലയോട്ടി ഉൾപ്പെടെ 6 എന്ന പോയിന്റിൽ നിന്ന് ലഭിച്ച തലയോട്ടി ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ ഫോറൻസിക് പരിശോധനാ ഫലം വന്നതിന് ശേഷമായിരിക്കും SIT അത്തരം നീക്കങ്ങളിലേക്ക് കടക്കുക. എന്തായാലും SIT ഏതെങ്കിലും തരത്തിൽ പൂർണ്ണമായും അന്വേഷണം നിർത്തിവെച്ചിട്ടില്ല. അതേസമയം തന്നെ മണ്ണ് കുഴിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത്. 13 അടയാളപ്പെടുത്തിയ പോയിന്റും അതുകൂടാതെ 4 മറ്റ് പോയിന്റുകളും ഇതുവരെ പരിശോധന നടത്തി. ഇതിൽ 6ൽ നിന്നാണ് ഒരു പൂർണ്ണ മനുഷ്യൻ്റെ അസ്ഥികൂട ലഭിച്ചത്. ഇത് എത്ര പഴക്കമുണ്ട്, അതല്ലെങ്കിൽ ഏത് രീതിയിലാണ് മരണപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങൾ ഫോറൻസിക് പരിശോധനയിൽ മനസ്സിലാകും. അത് ഈ ആഴ്ചയോടുകൂടി ഉണ്ടാകും. അതിനുശേഷം മാത്രമേ ഇനി തുടർന്നുള്ള പരിശോധന ഉണ്ടാകും. ഇന്നും ഈ ശുചീകരണ തൊഴിലാളി ഇത്തരത്തിൽ രാവിലെ SITയുടെ ഓഫീസിലെത്തിയിരുന്നു. ഇത്തരത്തിൽ ഇപ്പോൾ മഹസർ തയ്യാറാക്കുന്നതും കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലാണ് SIT ഇപ്പോൾ മുഴുകിയിട്ടുള്ളത്. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുതിയ വരുന്ന പരാതികൾ, അത്തരം പരാതികളിന്മേൽ പരിശോധന നടക്കുന്നുണ്ട്. SITയുടെ പ്രവർത്തനം ഇപ്പോഴും നടക്കുന്നുണ്ട്. DGP ഏതായാലും ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ, ഇതുവരെയുള്ള SITയുടെ പ്രവർത്തനം സംബന്ധിച്ച് വൈകാതെ തന്നെ സംസ്ഥാന സർക്കാരിനെ സമർപ്പിക്കും. ഏതായാലും നിയമസഭയിൽ ചൂടേറിയ വാഗ്വാദങ്ങൾക്കാണ് ഈ ഒരു വിഷയം ഇന്ന് വഴിവെച്ചത്. അതിനാണ് ജി പരമേശ്വര ആഭ്യന്തര വകുപ്പ് മന്ത്രി മറുപടി പറഞ്ഞത്. SITയുടെ അന്വേഷണത്തിൽ ഒരു തരത്തിലും ഇടപെടില്ല. അതേസമയം ഫോറൻസിക് പരിശോധനാ ഫലം ലഭിച്ചതിന് ശേഷമായിരിക്കും ഈ മണ്ണ് കുഴിച്ചുള്ള പരിശോധന എന്നും അദ്ദേഹം കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാലും രാഷ്ട്രീയമായ സമ്മർദ്ദം ഇപ്പോൾ ഇതിൽ സംസ്ഥാന സർക്കാരിനെ നേരിടുന്നു എന്നത് തീർച്ചയായും വ്യക്തമാണ്. അതോടൊപ്പം SITയുടെ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകുന്നുമുണ്ട്. സാക്ഷി എല്ലാ ദിവസവും SIT ഓഫീസിലെത്തുന്ന സാഹചര്യമുണ്ട്. ഏതായാലും ധർമ്മസ്ഥലയിലെ ഈ ഒരു രഹസ്യങ്ങൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയൊരു ഉണ്ടായ സത്യാവസ്ഥ, അത് ഇനി പുറത്ത് അറിയണമെങ്കിൽ, കൃത്യമായി അറിയണമെങ്കിൽ ഇനിയും കാത്തിരിക്കേണ്ടി വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ. ധർമ്മസ്ഥലയിൽ നിന്നും KB ബൈജു, ന്യൂസ് 18.